Today we can discuss about staining techniques. In last class we had already completed some introduction to the identification methods of bacteria, which include microscopic method using different microscope and different process of identification by using microscope, direct observation by hanging drop method, then wet staining method അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്യാതെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസുകൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് സ്റ്റെയിൻസ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്റ്റെയിനിന്റെ ഡെഫിനിഷൻ, അത് എന്താണ് സ്റ്റെയിന്, എന്താണ് അതിന്റെ ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഈ ഒരു പ്രോസസ്സ്. സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല രീതിയിൽ സ്റ്റെയിനിങ് ടെക്നിക്സിനെ ക്ലാസിഫൈ ചെയ്യാം. മെയിൻ ആയിട്ട് 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: സിമ്പിൾ സ്റ്റെയിനിങ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, സ്പെഷ്യൽ സ്റ്റെയിനിങ്, സ്റ്റെയിനിങ് ഫോർ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ആൻഡ് സ്റ്റെയിനിങ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്റ്റെയിനിങ് ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് സ്പെസിമെൻ പ്രിപ്പറേഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി സിമ്പിൾ സ്റ്റെയിനിങ് എന്താണ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് എന്താണ്, അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സ്റ്റെയിനിങ് ടെക്നിക്സുകളാണ് ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടോ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ അതുപോലെ കുറച്ച് സ്പെഷ്യൽ സ്റ്റെയിനിങ്, സ്ട്രക്ചറിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് എൻഡോസ്പോർ സ്റ്റെയിനിങ്, എന്താണ് നെഗറ്റീവ് സ്റ്റെയിനിങ്, ഫ്ലജെല്ലാർ സ്റ്റെയിനിങ്, ഫ്ലൂറസെന്റ് സ്റ്റെയിനിങ് എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സ്റ്റെയിനിങ്. പേര് പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. ഹിയർ വി ആർ യൂസിങ് ഓൺലി 1 സ്റ്റെയിൻ ആൻഡ് ദർ ഈസ് നോ ഡിഫറൻസിയേഷൻ. ഇതാണ് സിമ്പിൾ സ്റ്റെയിനിങ്ങിന്റെ പ്രത്യേകത. നമ്മൾ ഒറ്റ സിംഗിൾ സ്റ്റെയിൻ, ഒരു കളറുള്ള ഒരു സ്റ്റെയിൻ യൂസ് ചെയ്യുന്നു. അവിടെ നമുക്ക് വേറൊരു കളർ കിട്ടാനില്ല. നമ്മൾ യൂസ് ചെയ്ത സ്റ്റെയിൻ എന്താണോ അതിന്റെ കളറാണ് കിട്ടാൻ പോകുന്നത്. യൂസ് ഓഫ് എ സിംഗിൾ ഡൈ ഓർ സിംഗിൾ സ്റ്റെയിൻ. യൂഷ്വലി ബേസിക് സ്റ്റെയിൻസുകളാണ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ബേസിക് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓപ്പോസിറ്റ്ലി ചാർജഡ് ആയിട്ടുള്ള നെഗറ്റീവ്ലി ചാർജഡ് ബാക്ടീരിയൽ സെല്ലുമായിട്ട് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് ബൈൻഡ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് വൈ ഡു വി പെർഫോം എ സിമ്പിൾ സ്റ്റെയിനിങ്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ആൻഡ് കോൺട്രാസ്റ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഓർഗാനിസത്തിനെ മാത്രം കളർ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് ചെയ്യുന്നത്. Now, what will be the observation of simple staining? It will impart same color to all the microorganisms. There is no difference. നമ്മൾ എന്താണോ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടുള്ളത് ആ സെയിം കളർ ആയിരിക്കും എല്ലാ ബാക്ടീരിയക്കും കിട്ടുന്നുണ്ടാവുക. Only we are performing the simple staining to study the shape and also to count the bacteria. ഷേപ്പ് എന്താണ്, കോക്കിയാണോ ബാസിലസ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ നമ്പർ ഓഫ് ബാക്ടീരിയ എത്രത്തോളം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി, ഈ 2 പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ സ്റ്റെയിനിങ് യൂസ് ചെയ്യാറ്. Now, these are some important stains which are used for simple staining: methylene blue, crystal violet and basic fission. And we may use some mordant to hold the stain. നമ്മൾ സ്റ്റെയിനിങ് പ്രോസസ്സ് ഒന്നും കൂടി ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടി, ഒന്നും കൂടി ഫിക്സ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മോഡറന്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രൊസീജിയർ ഫോർ സിമ്പിൾ സ്റ്റെയിനിങ്. നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കണം, അത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തരുന്നതായിട്ട് പിന്നെ നിങ്ങൾക്ക് അത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് കോട്ടണിൽ ആൽക്കഹോൾ എടുത്ത് അതിന്റെ 2 സൈഡും നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് സൈഡിലാണോ സ്മിയർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്മിയർ ഉണ്ടാക്കുക. നമ്മൾ എങ്ങനെയാണ് സ്മിയർ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഏറ്റവും തിന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു സ്മിയർ ഉണ്ടാക്കുക. ദെൻ എയർ ഡ്രൈ ചെയ്യാം. എയർ ഡ്രൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു സാധനം പെട്ടെന്ന് നമ്മൾ ഹീറ്റിലോട്ട് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് ഭാഗത്ത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി അത് സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് ഡാർക്കൻ ആയിട്ടാണ് കാണുക. ഓർഗാനിസത്തിന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എയർ ഡ്രൈ ആയതിനു ശേഷം മാത്രം ബൺസൺ ബോർണറിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അത് പാസ് ചെയ്യിച്ച് അതിനെ ഹീറ്റ് ഫിക്സ് ചെയ്യും. അതിനുശേഷം സിമ്പിൾ സ്റ്റെയിനിങ്ങിന്റെ കേസിൽ നമ്മൾ എവിടെയാണോ സ്മിയർ ഉണ്ടാക്കിയിട്ടുള്ളത് ആ സ്മിയർ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ സ്റ്റെയിൻ പോർ ചെയ്യുക എന്നുള്ളത്. ഏത് സ്റ്റെയിൻ ആണോ യൂസ് ചെയ്യുന്നത് ആ സ്റ്റെയിൻ പോർ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡിലോട്ടും സ്മിയർ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിനുള്ള റീസൺ അത് തന്നെയാണ്. നമുക്കത് ചിലപ്പോൾ കയ്യിൽ ഹോൾഡ് ചെയ്യാനുള്ളതായിരിക്കാം. സ്റ്റെയിൻ എന്ന് പറയുന്നത് ഗ്ലൗ ഇടുന്നതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കയ്യിലാവുന്ന സമയത്ത് ഒരാഴ്ചയെങ്കിലും മിനിമം എടുക്കും ആ സ്റ്റെയിൻ നിങ്ങളെ കയ്യിൽ നിന്ന് പോവാന്. അപ്പൊ നമുക്ക് പിടിക്കാനുള്ള സ്ഥലം വേണം. അതുപോലെ സ്മിയർ അതിനനുസരിച്ച് അത്രയും ഭാഗത്ത് മാത്രം നിങ്ങൾ ഈ സ്റ്റെയിൻ ആക്കിയാലും മതി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രാക്ടിക്കലിന് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ സ്റ്റെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക സിമ്പിൾ സ്റ്റെയിനിങ് വെച്ചിട്ടാണ്. രണ്ട് സിമ്പിൾ സ്റ്റെയിനിങ്ങുകൾ നമ്മൾ ചെയ്യും, ന്യൂട്രൽ റെഡും മെത്തലിൻ ബ്ലൂ. ഓക്കെ, ദെൻ നിങ്ങളടുത്ത് സാധാരണഗതിയിൽ 45Xലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയുക. കാരണം ഓയിൽ എന്ന് പറയുന്ന സാധനത്തിന്റെ കോംപ്ലക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 100Xൽ നിങ്ങളോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ ഇടുകയും ചെയ്യും, എന്നിട്ട് 45Xൽ കൊണ്ടുപോയിട്ട് ലെൻസ് അതിൽ ഡിപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലെൻസ് കേടുവരും, ആ മൈക്രോസ്കോപ്പ് നിങ്ങളെ പേരിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും 45Xൽ പറയാറുള്ളത്. 45X ആവുന്ന സമയത്ത് നമുക്ക് മാഗ്നിഫിക്കേഷൻ കുറച്ച് കുറവായിരിക്കും, എന്നാലും നമുക്ക് കാണാൻ പറ്റും ഓർഗാനിസം അതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത്. ഇനി കുറച്ചും കൂടി അതിന്റെ ഡബിൾ ഇരട്ടിയിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 100X, അതെങ്കിൽ ഓയിൽ ഇമേഷൻസിൽ ഓയിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് എ സിമ്പിൾ പ്രൊസീജിയർ ഫോർ സിമ്പിൾ സ്റ്റെയിൻ. അപ്പൊ ഇവിടെ പറഞ്ഞു സിംഗിൾ സ്റ്റെയിൻ ആണ്, സെയിം കളർ ആണ്, ഓൺലി യൂസ് ടു find out the shape and number of microorganisms. Now, second classification is differential staining. As the name indicates, this staining will differentiate a group of microorganisms into two. They will differentiate a microorganism into two groups based on the observation. Okay. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള സിമ്പിൾ സ്റ്റെയിനിങ് ആണ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും. ഓക്കെ, അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. സിമ്പിൾ സ്റ്റെയിനിങ്ങും ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്, സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ വി ആർ യൂസിങ് ഓൺലി വൺ സ്റ്റെയിൻ. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് വി വിൽ യൂസ് മോർ ദാൻ വൺ സ്റ്റെയിൻ. And simple staining will impart only one color to all the bacterial cell, and differential staining will impart two or more different color to the bacterial cell. And simple staining used to reveal the size, shape, and arrangement of bacterial cell. In case of differential staining, it will reveal the size, shape, arrangement. In addition, it will differentiate the bacteria into two groups. That is important. That's why it is known as differential staining. It will differentiate the bacteria into the two groups in addition to size, shape, and arrangement. Simple staining il kittunna observation ivideyum kittunnundu. അത് കൂടാതെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കൂടി നമുക്ക് പറ്റുന്നുണ്ട്. സോ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തിലിൻ ബ്ലൂ അല്ലെങ്കിൽ ന്യൂട്രൽ റെഡ് പോലെയുള്ള ബേസിക് സ്റ്റെയിൻസുകളാണ്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്യും, അതുപോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി ഈ രണ്ട് സ്റ്റെയിനിങ്ങും 5 മാർക്കിന് ചോദിക്കുന്നതാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്. അപ്പൊ ആരാണ് ആദ്യമായിട്ട് ഈ സ്റ്റെയിനിങ് ടെക്നിക് ഡിവൈസ് ചെയ്തത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ഗ്രാംസ് എന്ന് പറയുന്ന ആളാണ് 1884 ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് ഡിവൈസ് ചെയ്തിട്ടുള്ളത്. Now, why do we perform gram staining? In order to differentiate the microorganism into two groups. ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒബ്സർവേഷൻ അനുസരിച്ച് ബാക്ടീരിയനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. ഇനി എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാം പോസിറ്റീവ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ദാറ്റ് വിൽ ഗീവ് ദ ബ്ലൂ കളർ ആൻഡ് ഗ്രാം നെഗറ്റീവ് വിൽ ഗീവ് ദ റെഡ് കളർ. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് ചെയ്ത് ഫൈനൽ റിസൾട്ട് ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിനെ പറയുന്നതാണ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാം നെഗറ്റീവ് റെഡ് കളർ കിട്ടുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം എന്ന്. ഇനി ഇതിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് gram positive bacteria tend to killed by penicillin and detergents. Gram negative bacteria are more resistant to the antibiotics. That is another difference. Staining in the property അനുസരിച്ചിട്ടല്ല, ഓർഗാനിസത്തിന്റെ കപ്പാസിറ്റിയാണ് പെൻസിലിൻ. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽ വാൾ പഠിച്ച സമയത്ത് സെൽ വാളിലുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെയാണ് ഈ റെസിസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നൗ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. വാട്ട് ആർ ദ സ്റ്റെയിൻസ് യൂസ്ഡ് ഇൻ വിച്ച് ഓർഡർ? രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഏത് ഓർഡറിലാണ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സ്റ്റെയിൻസുകൾ ഏതൊക്കെയാണ്? സോ ഹിയർ വി വിൽ യൂസ് ഒരു പ്രൊസീജിയർ പറയാണ്. ആദ്യം നമ്മൾ പ്രൊസീജിയറിലോട്ട് വരാം. സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെയിൻ മീൻസ് സ്ലൈഡ് എടുക്കുന്നു, വാഷ് ചെയ്തതാണ് മീൻസ് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സ്ലൈഡ് ആണ്. ഇപ്പൊ നമ്മൾ അത് കോട്ടൺ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നു, മാർക്കിംഗ് ഇടുന്നു. എവിടെയാണോ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നത് ആ സ്ഥലത്ത് നമ്മൾ
സ്മിയർ പ്രിപ്പയർ ചെയ്തു, എയർ ഡ്രൈ ചെയ്തു, ഹീറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഹീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ബർണറിന്റെ മുകളിൽ നമ്മൾ അത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിനിന്റെ പേരാണ് പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത്. പ്രൈമറി സ്റ്റെയിൻ വി ക്യാൻ യൂസ് ക്രിസ്റ്റൽ വയലറ്റ്, മെത്തിലിൻ ബ്ലൂ, ജംഗ്ഷൻ വയലറ്റ്, ഇങ്ങനെ ഏത് യൂസ് ചെയ്യാം. കോമൺലി നമ്മൾ പഠിച്ചു വെക്കേണ്ട പേരാണ് ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ 60 സെക്കൻഡ് വരെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടല്ല സാധാരണഗതിയിൽ ചെയ്യുക. നമ്മൾ വാഷ് ബേസിനിൽ 2 ഗ്ലാസ് റോഡ് വെച്ചതിന് ശേഷം ആ ഗ്ലാസ് റോഡിന്റെ മുകളിൽ സ്ലൈഡ് വെച്ചു. അതിൽ നമ്മൾ ഈ 2 സ്ലൈഡിന്റെ മുകളിലായിട്ടാണ് സ്മിയർ പ്രിപ്പയർ ചെയ്ത് സ്ലൈഡ് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആദ്യം നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ക്രിസ്റ്റൽ വയലറ്റ് 60 സെക്കൻഡ് നമ്മൾ ട്രീറ്റ് ചെയ്യും. നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യാറില്ല. ഇനി ഇൻ കേസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ഉണ്ട് എന്ന് വിചാരിക്കാം. രണ്ടിന്റെയും കളർ ബ്ലൂ ആയിരിക്കും, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിനിന്റെ കളർ ബ്ലൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെടുത്ത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടിൽറ്റ് ചെയ്ത് പിടിക്കുക. 45 ആംഗിളിൽ ഗ്ലാസ് സ്ലൈഡ് പിടിച്ചതിന് ശേഷം വാഷിംഗ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ വെള്ളം ഒഴിച്ച് അതിന്റെ ആ കളർ കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ if we are using crystal violet, they will enter into the cell wall and they will bind with the peptidoglycan layer. ആ ഒരു പ്രോസസ് അവിടെ നടന്നിട്ടുണ്ട്. ബാക്കി പുറമേ കാണുന്ന സ്റ്റെയിൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം എയർ ഡ്രൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നേരിട്ട് നമ്മൾ വീണ്ടും ഗ്ലാസ് റോഡിന്റെ മുകളിൽ വെക്കുന്നു. അടുത്തതായിട്ട് മോഡറന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. Here we are using grams iodine as moderant. So what is the function of moderant? We have already discussed. They will bind with the primary stain and they will form a complex. Okay, അപ്പൊ ഇതും സെൽ വാളിന്റെ അകത്തോട്ട് കടക്കുന്നു. സെൽ വാളിന്റെ അകത്ത് പ്രൈമറി സ്റ്റെയിനുമായിട്ട് ഗ്രാംസ് അയഡിൻ റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സോ ഇപ്പോഴും നമ്മൾ ഇനി മൈക്രോസ്കോപ്പിൽ നോക്കാറില്ല. ഇൻ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും. ഓക്കെ, ഇനി 60 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് വാഷ് ചെയ്യുന്നു. വാഷിംഗ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നു. നമ്മൾ ഡീകളറൈസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നു. ഡീകളറൈസിങ് ഏജന്റ് പേര് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനി ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിലും ഒരു ഡീകളറൈസിങ് ഏജന്റ് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ, എത്തനോൾ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. 10 to 30 സെക്കൻഡ് ആണ് നമ്മൾ അത് ട്രീറ്റ് ചെയ്യാറുള്ളത്. സെയിം പ്രൊസീജിയർ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 10 to 30 സെക്കൻഡ് ആണ് ഡീകളറൈസിങ് ഏജന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം gram positive organism will retain their color or they will resist the decolorization. Purple color എന്താണോ ആ കളർ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. നേരെ മറിച്ച് ഗ്രാം നെഗറ്റീവിലോട്ട് വരുന്ന സമയത്ത് അതിന്റെ അകത്തുണ്ടായിരുന്ന സ്റ്റെയിൻ, ആ കോംപ്ലക്സ് അത് റിമൂവ് ചെയ്യുകയും ചെയ്യും. കളർലെസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും കിട്ടും. നമ്മളിത് മൈക്രോസ്കോപ്പിൽ നോക്കാറില്ല. ഇൻ കേസ് നോക്കുകയാണെങ്കിൽ അത് 10 to 30 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്തതിനു ശേഷം കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിന്റെ പേരാണ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. വി വിൽ യൂസ് സാഫ്രാൻ ഓർ കാർബോൾ ഫിഷൻ. So primary stain will be blue color and counter stain will be red color. Red color ഉള്ള stain ആണ് യൂസ് ചെയ്യുക. Saffron ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന stain എന്ന് പറയുന്നത്. So we will treat 30 to 40 seconds. So after the application of counter stain or saffron, again we will wash, we will air dry it and we will observe in 45x. If required, we can observe in 100x also by using oil. Oil emulsion യൂസ് ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് ഓർഗാനിസത്തിനെ കാണാം. കുറച്ചും കൂടി കളറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ കളർ വിൽ ബി പർപ്പിൾ ഇൻ കേസ് ഓഫ് ഓർ ബ്ലൂ ഇൻ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആൻഡ് റെഡ് ഇൻ കേസ് ഓഫ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. എന്തുകൊണ്ടാണ് റെഡ് വന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ കേസിൽ സെൽവാളിന്റെ അകത്ത് കയറിയിട്ടുള്ള ഗ്രാം പ്രൈമറി സ്റ്റെയിനും മോഡറന്റും കൂടി കോംപ്ലക്സ് ഫോം ചെയ്ത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ അകത്ത് അവിടെ നിൽക്കുകയാണ്. നേരെ മറിച്ച് ഗ്രാം നെഗറ്റീവിന്റെ അകത്ത് ഈ കോംപ്ലക്സ് തിരിച്ച് പുറത്തോട്ട് പോരാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പോറോസിറ്റി ഗ്രാം നെഗറ്റീവ് സെൽവാളിനുണ്ട്. പോസിറ്റീവ് സെൽവാളിന് അതില്ല. നമ്മൾ സ്ട്രക്ചറൊക്കെ ബാക്ടീരിയൽ സെല്ല് പഠിച്ച സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു പ്രശ്നം കൊണ്ട് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ഡീകളറൈസ് ആവുകയും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മളൊരു കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന് കൗണ്ടർ സ്റ്റെയിൻ അക്വയർ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത്
പ്രൈമറി സ്റ്റെയിനിന്റെ കളർ പർപ്പിൾ കളർ തന്നെ കാണിക്കും. അത് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിൽ അവിടെ ഡീകളറൈസേഷൻ നടന്നുകൊണ്ട് അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റെയിൻ അക്വയർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായതുകൊണ്ട് കൗണ്ടർ സ്റ്റെയിനിന്റെ കളർ ആയിരിക്കും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് കാണിക്കുക. അതാണ് red എന്ന് പറയുന്നത്. Okay, so gram positive organism will be purple and gram negative organism will be red after the complete gram staining procedure. So here we will use primary stain crystal violet and modern gram staining decolorizing agent ethanol and counter stain saffron. Okay, so ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സെല്ലിന്റെ അകത്ത് വന്ന് ബൈൻഡ് ചെയ്യുന്നു, മോഡറന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഡീകളറൈസേഷൻ നടക്കുന്ന സമയത്ത് ഇതിൽ നെഗറ്റീവ് സെൽ വാളിൽ ഡീകളറൈസേഷൻ നടക്കുന്നു, പോസിറ്റീവില് ക്രിസ്റ്റൽ വയലറ്റ് അല്ലെങ്കിൽ ആ കോംപ്ലക്സ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. സാഫ്രാനിൻ യൂസ് ചെയ്യുന്ന സമയത്ത് സാഫ്രാനിന്റെ കളർ ഗ്രാം നെഗറ്റീവ് സെൽ വാൾ തരുന്നു. ഓക്കെ, ഇതാണ് അതിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാത്തിലും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിലും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിലും വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ ആയിരിക്കും. ഗ്രാം സൈഡിന് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കളർ ഒന്നും കൂടി ഇന്റൻസിഫൈ ചെയ്യും. ഡീകളറൈസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഓർഗാനിസം അതിന്റെ കളർ റിട്ടേൺ ചെയ്യും, നെഗറ്റീവ് ഓർഗാനിസം ഡീകളറൈസ് ആവും. ദെൻ കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവിന് പർപ്പിൾ കളറും നെഗറ്റീവിന് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറും ആയിരിക്കും ഒബ്സർവ് ചെയ്യുക. ദീസ് ആർ ദ ഡിഫറെന്റ് മൈക്രോഗ്രാഫ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സാധനം ഫോട്ടോഗ്രാഫ് ആക്കുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് മൈക്രോഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഈ പോലെ ആയിരിക്കും നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിൽ കാണുന്ന സമയത്ത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വരച്ചതാണ്. മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റുക ഇതുപോലെ ആയിരിക്കും. ഷേപ്പ് ഡിപ്പെൻഡ് ഓൺ ദ മൈക്രോ ഓർഗാനിസം. ഗ്രാം സ്റ്റെയിനിങ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് ദി കളർ, നോട്ട് ഓൺ ദ ഷേപ്പ്. അതുകൊണ്ട് ഷേപ്പ് നോക്കിയിട്ട് കോക്കൈ കിട്ടിയതുകൊണ്ട് ഗ്രാം പോസിറ്റീവ് ആണ്, ബാസിലസ് കിട്ടിയതുകൊണ്ട് ഗ്രാം നെഗറ്റീവ് ആണ് എന്നല്ല അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ കളറിന്റെ ചേഞ്ച് എന്താണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഗ്രാം പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദീസ് ആർ ദ ഡിഫറെന്റ് മൈക്രോഗ്രാഫ്സ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ് ബാക്ടീരിയ. ബ്ലൂ കളർ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം ദാറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. പിങ്ക് കളർ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ചെയ്യാം ദാറ്റ് ഈസ് ഗ്രാം നെഗറ്റീവ് മൈക്രോ ഓർഗാനിസം. Now this is an important thing. We have to study different examples for gram positive and gram negative bacteria. So examples for gram positive bacteria are Staphylococcus aureus, Streptococcus pyogenes, Streptococcus pneumonia, Corynebacterium diphtheriae, Clostridium botulinum, Bacillus anthracis and Clostridium tetani. And in case of gram negative bacteria, these are E. coli, Salmonella typhi, Vibrio cholerae, Neisseria gonorrhea, Klebsiella pneumonia, Haemophila influenza and Bordetella pertussis. അപ്പൊ ഇതിൽ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറെ കോക്കസ് വരുന്നതൊക്കെ ഇവിടെ പോസിറ്റീവിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും കോക്കസ് കാണുമ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യാൻ നിൽക്കരുത്. കളർ കണ്ടിട്ട് മാത്രമേ നമ്മൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. കാരണം there are some exceptions. Okay. ബാസിലസ് കാണുന്നതൊക്കെ ഗ്രാം നെഗറ്റീവ് ആണെന്നൊന്നും ഒരിക്കലും ധരിക്കരുത്. കോക്കസ് കാണുമ്പോൾ അത് പോസിറ്റീവ് ആണെന്നും ധരിക്കരുത്. There are some exceptions. So these are some examples of gram positive and gram negative organisms. ഇത് സാധാരണ വൈവക്ക് ചോദിക്കാറുണ്ട്. Give me an example for gram positive bacteria. Give me an example for gram negative bacteria എന്ന് പറഞ്ഞൊക്കെ ചോദിക്കുന്നതാണ്. Now, as I mentioned, don't think every coccus will be gram positive. There are some exceptions. Lactobacillus also, that are bacillus, they are gram positives. Okay. Now, what is the mechanism of action of gram staining? Already നമ്മൾ മെൻഷൻ ചെയ്തു. ഗ്രാം പോസിറ്റീവ് സെൽ വാളും ഗ്രാം നെഗറ്റീവ് സെൽ വാളും ഡിഫറെന്റ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രൈമറി സ്റ്റെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രോത്ത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിലും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിലോട്ടും ഈ സ്റ്റെയിൻ കയറുന്നുണ്ട്. രണ്ടിലും ബ്ലൂ കളർ തരുന്നുണ്ട്. ഇനി നമ്മൾ മോഡറന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് സെൽ വാളിൽ മോർ അസിഡിക് പ്രോട്ടോപ്ലാസം ഉണ്ട്, അതുപോലെ റെഡ്യൂസ്ഡ് പോറോസിറ്റി ഉണ്ട്, തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്, സെൽ വാളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റെയിനിനും ഇൻഡിവിജ്വൽ ആയിട്ട് കോംപ്ലക്സിനും അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റും. മീൻസ് മോഡറന്റിനും അതിന്റെ അകത്തോട്ട് എൻട്രി കിട്ടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു മനസ്സിലാക്കാം. ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റെയിൻ മാത്രം യൂസ് ചെയ്യുമ്പോൾ അതിന് സ്റ്റെയിനിന് മാത്രമായിട്ട് സെൽ വാളിന്റെ അകത്ത് കയറാൻ പറ്റുന്നുണ്ട്. മോഡറന്റ് മാത്രം യൂസ് ചെയ്യുമ്പോൾ മോഡറന്റിനും സെൽ വാളിന്റെ അകത്ത് കയറാൻ പറ്റുന്നുണ്ട്. സെൽ വാളിന്റെ അകത്ത് ഈ ഡൈയും മോഡറന്റും കൂടി വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് they will form a complex. So that molecular size will be increased.
സോ ആ പോറോസിറ്റിയുടെ തിരിച്ച് അതിന് ഡീകളറൈസിങ് സ്റ്റെപ്പിൽ അതിന് തിരിച്ചു വരാൻ പറ്റില്ല. സോ ദേ വിൽ റെസിസ്റ്റ് ദ ഡീകളറൈസേഷൻ. സോ ദേ വിൽ ഗീവ് ദ ബ്ലൂ കളർ. Now, in case of gram-negative bacteria, they have thin peptidoglycan layer, and there are some discontinuation in outer membrane structure and more porosity due to the porine channel. ഈ കോംപ്ലക്സിന് ആ പോറിൻ ചാനൽ വഴി അത് പുറത്തോട്ട് പോകുന്നത് കൊണ്ട് ഡീകളറൈസേഷൻ എളുപ്പമാണ്. ഡീകളറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് കൗണ്ടർ സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ സ്റ്റെയിനിന്റെ കളർ ആയിരിക്കും ഫൈനൽ ഒബ്സർവേഷനിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് ഗ്രാം സ്റ്റെയിനിങ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്, മോർ അസിഡിക് പ്രോട്ടോപ്ലാസം ഉണ്ട്, തെക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്, റെഡ്യൂസ്ഡ് പോറോസിറ്റി ആണ്, ഗ്രാം പോസിറ്റീവ് സെൽവാണ്. ഈ റീസൺ കൊണ്ടാണ് ഡീകളറൈസേഷൻ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഗ്രാം നെഗറ്റീവിന്റെ കേസിലാണെങ്കിൽ തിന്ന് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ്, ഡിസ്കണ്ടിന്യൂഷൻ ഇൻ ഔട്ടർ മെംബ്രെയിൻ ആണ്, there is more porosity. ഇപ്പൊ സാധാരണഗതിയിൽ വൈവക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, what will be the color of gram positive organism? You will say it is blue. Why gram positive organism will show blue color? You will say it will resist the decolorization. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് decolorization resist ചെയ്യുന്നു? So you have to say it have more acidic protoplasm, there is reduced porosity and thick peptidoglycan layer. That's why it is resisting decolorization of dimodern complex. Okay, so that is the mechanism of gram reaction or gram stain. So ഇതാണ് അതിന്റെ സ്ട്രക്ചർ. നമ്മൾ സെൽ ബാക്ടീരിയൽ സെല്ല് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള പോറിൻ ചാനൽ ഉണ്ട്, ഇവിടെ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയതുകൊണ്ട് അതിന്റെ റെസിസ്റ്റൻസ് ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, then there are some exception if we are not following the procedure as mentioned. ഇപ്പൊ നമ്മൾ ഡീകളറൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് 30 സെക്കൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അത് കൂടുതൽ ചെയ്തു എന്ന് വിചാരിക്കാം. what will happen? Of course, alcohol will be disrupt the cell wall and it will produce decolorization. അപ്പൊ നമ്മൾ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ആണെങ്കിലും കൂടുതൽ സമയം ഡീകളറൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ചിലപ്പോൾ ഫാൾസ് പോസിറ്റീവ് ആയിരിക്കും, ഫാൾസ് നെഗറ്റീവ് ആയിരിക്കും. കൂടുതൽ ഡീകളറൈസേഷൻ നടക്കാനുള്ള സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഇൻഅഡിക്വേറ്റ് ഡീകളറൈസേഷൻ മേ കോസ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം. ഗ്രാം നെഗറ്റീവ് സെൽ വാള് നമ്മൾ 10 സെക്കൻഡിന് കുറവൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീകളറൈസേഷൻ നടക്കാതെ പോകും. അപ്പോഴും അത് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ബ്ലൂ കളർ തരാനുള്ള ചാൻസ് ഉണ്ട്. മോഡറന്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് there will be an interaction. Moderant will increases the interaction between the cell and dye, and removal of cell wall from a gram positive bacteria will result in gram negative staining profile. ഒരു ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന് എടുത്ത് അതിന്റെ സെൽ വാൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഗ്രാം നെഗറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. കാരണം ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കപ്പാസിറ്റി ഓഫ് എ സെൽ വാൾ ടു whether it will decolorize or it will resist the decolorize. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ സെൽ വാൾ റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഗ്രാം സ്റ്റെയിനിങ് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ട് ഗ്രാം നെഗറ്റീവ് മാത്രമേ കിട്ടുള്ളൂ. ഡീകളറൈസേഷൻ പ്രൊലോങ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് കിട്ടേണ്ട റിസൾട്ട് ഗ്രാം നെഗറ്റീവ് ആവും. ഡീകളറൈസേഷൻ ഇൻഅഡിക്വേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കിട്ടേണ്ട റിസൾട്ട് പോസിറ്റീവ് ആയിട്ടൊക്കെ കിട്ടും. ഓക്കെ, സോ വി ഹാവ് ടു ടേക്ക് കെയർ വൈൽ പെർഫോമിംഗ് ദ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ. Now, what are the difference in gram staining procedure? അല്ലെങ്കിൽ ഈ ഓർഗാനിസം എങ്ങനെയാണ് ഡിഫറൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് സ്റ്റെയിനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം ബ്ലൂ കളർ തരും, ഗ്രാം നെഗറ്റീവ് റെഡ് കളർ തരും. സെൽ സ്ട്രക്ചർ, സെൽ വാളിന്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉള്ളതാണ് ഗ്രാം പോസിറ്റീവ് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രോത്ത് റിക്വയർമെന്റിൽ ഡിഫറൻസ് ഉണ്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസവും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസവും തമ്മിൽ. സസെപ്റ്റിബിലിറ്റി ടു ആന്റിബയോട്ടിക്സിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പെൻസിലിൻസിനോട് ഈസിലി സസെപ്റ്റിബിൾ ആണ് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം, നേരെ മറിച്ച് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാത്തോജനസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. Okay, so these are all about the gram staining, one of the important staining technique. Next one is gram acid fast staining. Acid fast staining. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ വ്യത്യാസമുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്. കളർ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. Now, why എങ്ങനെയാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്? ഫസ്റ്റ്, this was discovered by Enrich and modified by Zeal and Nelson. Zeal and Nelson മെത്തേഡ് എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ വേറൊരു മെത്തേഡാണ് Zeal and Nelson സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്.
ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ വേറൊരു പ്രത്യേകതയാണ്. ആൻഡ് ദിസ് സ്റ്റെയിനിങ് ഈസ് മെയിൻലി used to identify mycobacterium species like Mycobacterium tuberculosis, Mycobacterium leprae. ഇപ്പൊ ടി ബിയുടെ ഒക്കെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ടി ബി എന്ന് പറയുന്ന കണ്ടീഷൻ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതുപോലെ ലെപ്രസി എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഒക്കെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആയിട്ടും കൂടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറയുന്നത്. ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഓർഗാനിസത്തിനെ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ നമ്മൾ ഓർഗാനിസത്തിനെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്നും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്നുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ആർ ദ ബാക്ടീരിയാസ് which will resist the decolorization as that of gram positive organism. gram positive organismത്തിനെ പോലെ പ്രൈമറി സ്റ്റെയിനിന്റെ കളറിനെ ഡീകളറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ആൻഡ് ഓർഗാനിസം which will decolorize, lose the basic stain is known as non-acid fast bacteria. Okay, non-acid fast bacteria എന്ന് പറയും. എന്തുകൊണ്ടാണ് ഡീകളറൈസേഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ തിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്, ആസിഡിക് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, ലെസ് പൊറോസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിന്റെ കേസിൽ ഡ്യൂ ടു ദ വാക്സി സെൽ വാൾ ആണ് ഈ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ആസിഡ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഡീകളറൈസിങ് ഏജന്റ് വെച്ച് നമ്മൾ ഡീകളറൈസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാക്സി സെൽ വാൾ വിച്ച് കണ്ടെയ്നിങ് ആൻ ഇമ്പോർട്ടന്റ് കെമിക്കൽ ഏജന്റ് ദാറ്റ് ഇസ് മൈക്കോളിക് ആസിഡ്, it will resist the decolorization of the primary stain. Okay, so that is the acid fast staining technique. Now ഇവിടെയുള്ള സ്റ്റെയിനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മോഡറന്റ് യൂസ് ചെയ്യുന്നില്ല, പ്രൈമറി സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡീകളറൈസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈമറി സ്റ്റെയിൻ ഈസ് കാർഡ്ബോർഡ് ഫിഷ്യൻ, ഡീകളറൈസിങ് ഏജന്റ് ഈസ് ആസിഡ് ആൽക്കഹോൾ ആൻഡ് കൗണ്ടർ സ്റ്റെയിൻ ഈസ് മെത്തിലിൻ ബ്ലൂ. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈമിൽ വ്യത്യാസമുണ്ട്. കാർബോൾ ഫ്യൂഷൻ ഫോർ 5 minutes, ആസിഡ് ആൽക്കഹോൾ ഫോർ 30 to 40 seconds. ആസിഡ് ആൽക്കഹോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാം സ്റ്റെയിനിങ്ങിൽ വെറും ആൽക്കഹോൾ എത്തനോൾ ആണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ആസിഡ് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ സ്റ്റെയിൻ മെത്തിലിൻ ബ്ലൂ. നേരെ ഓപ്പോസിറ്റ് ആണ് കളർ വരിക എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിനിന്റെ കളർ റെഡ് ആണ്. അതുകൊണ്ട് both acid fast and non-acid fast bacteria will give the red color. While during decolorization, acid fast bacteria will resist the decolorization of primary stain, so it will produce red color, and non-acid fast bacteria will give colorless. And while using counter stain, that is blue color for 30 seconds, it will give the red color in case of acid fast bacteria because they had resisted the decolorization process, and non-acid fast bacteria will give blue color. So this is the procedure. നമ്മൾ സാധാരണ സ്മിയർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, സ്മിയർ ഉണ്ടാക്കുന്നു, എയർ ഡ്രൈ ചെയ്യുന്നു. ഇവിടെ ഹീറ്റ് ഫിക്സിംഗിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഹീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലെയിമിൽ കാണിക്കും അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെള്ളം ബോയിൽ ചെയ്യിക്കും. ട്രൈപോഡ് സ്റ്റാൻഡ് വെച്ച് വയർ മെഷ് വെച്ച് ബീക്കറിൽ നമ്മളെ ഗ്ലാസ് സ്ലൈഡ് വെക്കാൻ പറ്റുന്ന ചെറിയ ബീക്കർ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന വേപ്പർ യൂസ് ചെയ്തിട്ടാണ് അതിനെ ഹീറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഹീറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി സ്റ്റെയിൻ ആഡ് ചെയ്യും, കാർബോൾ ഫിഷ്യൻ ഫോർ 5 minutes, ആൻഡ് വി ഹാവ് ടു ഈറ്റ് ജെന്റിലി അണ്ടിൽ എ കളർ ഓഫ് ഗ്രീൻ കളർ ഈസ് ഒബ്സർവ്. ഈ ബീക്കറിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെയിൻ ഒഴിച്ചു, കാർബോൾ ഫിഷ്യൻ വെച്ചു, 5 minutes ഇന്റർമീഡിയറ്റ് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജെന്റിലി ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒഴിക്കുന്ന അതിന്റെ കളർ ഈ നമ്മളെ സ്പെസിമെനുമായിട്ട് കാർബോൾ ഫിഷ്യൻ റിയാക്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ വരുന്നത് വരെ നമ്മൾ 5 to 10 minutes നമ്മൾ അതിന് ഹീറ്റ് ചെയ്യും. then we will wash with water, then we will perform decolorization step. ഇതിൽ പ്രൊസീജിയർ 5 minutes എന്നാണ് പറഞ്ഞത്, 30 to 40 seconds നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആസിഡ് ആൽക്കഹോൾ യൂസ് ചെയ്യും. again we will wash, then we will go for methylene blue washing, then air dry and 45x-ലോ 100x-ലോ നിങ്ങൾക്ക് എന്തിലും ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. 45x-ലാണെങ്കിൽ ഒരു കാരണവശാലും ഓയിൽ ഇടരുത്. 100x-ലാണെങ്കിൽ നിർബന്ധമായിട്ടും ഓയിൽ ഇട്ട് മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ ഫോർ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ദിസ് വിൽ ബി, ഇതും സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും എന്റെ ക്രിയേഷൻ അല്ല. മൈക്രോ ട്രോൾ, TMC ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള
ഒരു ടോളാണ്. ഹീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അങ്ങ് ഹീറ്റ് അങ്ങ് ചെയ്തുകൂടരുത് എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇവാപറേഷൻ സംഭവിക്കും. ഇവാപറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ പിന്നെ നമുക്ക് ഒബ്സർവേഷൻ ഒന്നും കാണൂല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഒബ്സർവേഷൻ കാണിച്ചു തരാൻ വരുമ്പോഴേ ഒന്നും കൂടി പോയി ചെയ്യാൻ പറയും. ഓക്കെ, so this will be the observation of acid-fast bacteria. Acid-fast bacteria will give blue color and non-acid-fast bacteria will give acid-fast bacteria will give red color and non-acid-fast bacteria will give blue color. And example for acid-fast bacteria ഏതായിരുന്നു? Example for acid-fast bacteria, Mycobacterium species, Mycobacterium tuberculosis, Mycobacterium leprae and Nocardia. ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും നമുക്ക് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ എന്ന് വിളിക്കാം. കളറിനനുസരിച്ചിട്ടാണ്, എഗെയിൻ കളറിനനുസരിച്ച് മാത്രമാണ് നമ്മൾ അത് കൺഫേം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, now what is the mechanism of action? Again, due to the high content and variety of lipid, fatty acid and higher alcohol found in the tubercle bacillus, and lipid peculiar to the acid-fast bacteria, high molecular weight hydroxy acid wax containing carboxylate group like mycolic acid. ഇങ്ങനെയുള്ളതിന്റെ പ്രസൻസ് ഉണ്ടായത് കൊണ്ടാണ് ബേസിക് സ്റ്റെയിൻ അല്ലെങ്കിൽ കാർബോൾ ഫിഷൻ എന്ന് പറയുന്ന സ്റ്റെയിനിന്റെ ഡീകളറൈസേഷന് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഡീകളറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഹൈ കണ്ടന്റ് ആൻഡ് വെറൈറ്റി ഓഫ് lipid, fatty acid and higher alcohols, and the presence of mycolic acid, which is an hydroxy acid wax, high molecular weight hydroxy acid wax containing carboxyl group, mycolic acid എന്ന് പറയും. അപ്പോൾ അതിന്റെ പ്രസൻസ് ഉണ്ടായത് കൊണ്ടാണ് അതിന്റെ റെഡ് കളർ, പ്രൈമറി സ്റ്റെയിനിന്റെ കാർബോൾ ഫിഷന്റെ റെഡ് കളറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഡീകളറൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ. അതില്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ള ഓർഗാനിസത്തിൽ ഡീകളറൈസേഷൻ സംഭവിക്കുന്നതും അതിന് ബ്ലൂ കളറ്, കൗണ്ടർ സ്റ്റെയിനിന്റെ കളറ് തരുന്നത്. ഓക്കെ, so that's all about the acid fast staining techniques. Now coming to the third method, that is special staining. ചില കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയിനിങ് മെത്തേഡ്സുകളാണ്. ഫസ്റ്റ് വൺ is negative staining. It is also known as capsule staining. അപ്പൊ ക്യാപ്സ്യൂൾ എന്താണ് എന്നുള്ളത് നമ്മൾ സെൽ വാളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സെൽ വാളിന്റെ പുറമെ കാണുന്ന ഒരു ലെയർ ആണ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്കിനെയാണ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. Here we will use Indianing or nigrosing. Okay, it is useful in demonstration of bacterial capsule which usually do not take the simple stain, and also to demonstrate the slender spirochetes. Spirochetes എന്ന് പറയുന്നത് ലെങ്തി ഉള്ള സ്പൈറിലം എന്ന് പറയുന്ന ബാസിലസിനെക്കാളും തിന്നായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ ആണ് സ്പൈറോകൈറ്റ്സ് എന്ന് പറയുന്നത്. And uniform colored background against which unstained bacteria will be stay out on the contrast. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രൊസീജിയറിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യേണ്ട ഗ്ലാസ് സ്ലൈഡ് എടുക്കും, സെന്ററിൽ നമ്മൾ കൊടുന്ന് കുറിച്ചേക്കും, അതിന്റെ സ്മിയർ പ്രിപ്പയർ ചെയ്യും അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ലൈഡ് ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യും. നമ്മൾ ഇനോക്കുലം ഈ ഒരു സൈഡിൽ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് ഇന്ത്യൻ ഇങ്ക് അല്ലെങ്കിൽ നൈഗ്രോസിൻ, ഓക്കെ, ഈ ഏതെങ്കിലും ഒരു സ്റ്റെയിൻ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് തന്നെ ഇതിന്റെ മുകളിൽ തന്നെ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് തന്നെ വെക്കും. അതിനുശേഷം നിങ്ങൾ അനാറ്റമി ഫിസിയോളജി ലാബിൽ ബ്ലഡിന്റെ സ്മിയർ ഉണ്ടാക്കിയ പോലെ 45 ഡിഗ്രിയിൽ അടുത്ത ഒരു സ്ലൈഡ് എടുത്ത് ഇങ്ങനെ വലിക്കും. അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു സ്മിയർ കിട്ടും. ആ സ്മിയറിനെ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിന് ഡാർക്ക് കളർ കിട്ടും. നമുക്ക് കിട്ടേണ്ട സാധനം അൺകളേർഡ് ആയിട്ട് ഓർഗാനിസം കാണാൻ പറ്റും. നെഗറ്റീവ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിക്കാം. നെഗറ്റീവ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ കറുത്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെളുത്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കറുത്തിട്ടും ആയിരിക്കും കാണാം. അതേപോലെയുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ,
So that is the negative staining, hindening and nigrosin. Staining പേര് നിർബന്ധമാണ്. പ്രൊസീജിയറുകൾ നമ്മൾ എക്സാമിന് ലാബിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കും എന്തിനാണ് എന്നുള്ളത് പഠിക്കുക. ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് വിൽ ബി ദ ഒബ്സർവേഷൻ ഓഫ് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ഓർ നെഗറ്റീവ് സ്റ്റെയിനിങ്. ബാക്ക്ഗ്രൗണ്ട് കളേർഡ് ആയിട്ടുണ്ടാവും. അതിന്റെ സെന്റർ ഭാഗത്ത് അല്ലെങ്കിൽ എവിടെയാണോ ഓർഗാനിസം കളർലെസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. Okay. Next one is spore staining. Spore staining എന്ന് പറഞ്ഞാൽ എൻഡോസ്പോറിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് spore staining എന്ന് പറയുന്നത്. So bacillus and clostridium are the organism which will produces the endospore. So endospore are not stained well by dye, but on stain they will resist the decolorization. So we will follow Shaffer's-Fulton method. So we will heat the bacteria with the malachite green, then we will wash with water. Then we will counter stain with the saffron. So finally, after the counter staining, green colored endospore will be seen in pink to red color vegetative cell. That will be the observation of spore staining. We are using, we will heat the bacteria with the malachite green. Then we will wash with water. Then we will counter stain with the saffron. So that while observing in microscope, green colored endospores are seen inside the pink colored vegetative cell. Picture കാണുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ പിങ്ക് കളർ ആയിട്ടുള്ള സെല്ലിന്റെ അകത്ത് ഗ്രീൻ കളർ ആയിട്ടുള്ള എൻഡോസ്പോറുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അഗെയിൻ സ്റ്റെയിൻ, heating with malachite green, washing with water, counter stain with saffron will give green colored endospore in pink to red vegetative cell. So that is the spore staining. Negative one, next one is flagellar staining. As the name indicates, these staining are used to stain flagella. Flagellas are thread-like organelles for locomotion that are also slender. So, ഇത് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഫിക്സ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് നോർമൽ ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഇതിനെ തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടാനിക് ആസിഡും പൊട്ടാസ്യം ആലും വെച്ചിട്ട് നമ്മൾ ആദ്യം അതിനെ കോട്ട് ചെയ്യണം. ഫ്ലജെല്ലിനെ ടാനിക് ആസിഡും പൊട്ടാസ്യം ആലും വെച്ച് നമ്മൾ ആദ്യം അതിനെ കോട്ടൺ ചെയ്യണം, ഈ ഫ്ലജെല്ലിനെ തിക്കൻ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യാം. പാര റോസ അനിലിൻ ആണ് യൂസ് ചെയ്യുന്നത്, ലിപ്സൺ മെത്തേഡ് എന്നാണ് അത് പറയാം. അതല്ല ബേസിക് ഫിഷൻ ആണ് സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രേ മെത്തേഡ് എന്നാണ് അതിന് പറയാം. ഏതെങ്കിലും ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് ഫ്ലജെല്ലിനെ സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ. സോ വി വിൽ തിക്കൻ the flagella with the tannic acid and potassium alum. Then we will stain with a different stain like para rosa aniline or basic fusion. Para rosa aniline യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലിപ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. അതല്ല ബേസിക് ഫ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രേ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഒബ്സർവേഷൻ ഓഫ് ഫ്ലജെല്ലാർ സ്റ്റെയിനിങ്. ഫ്ലജെല്ലിന്റെ കളർ എടുത്ത് കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ്. ഇതൊരു സ്റ്റെയിനിങ് മെത്തേഡ് നമുക്ക് പറയാൻ പറ്റില്ല. സെൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽ സ്ട്രക്ചർ വിച്ച് ആർ ടു തിൻ are viewed to under ordinary microscope after impregnation with silver. സിൽവറിന്റെ മുകളിൽ നമ്മൾ അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ സ്റ്റെയിൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സിൽവറിന്റെ മുകളിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇംപ്രിഗ്നേഷൻ ഓഫ് സിൽവർ ഓൺ ദ സർഫസ് ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് സ്പൈറോകൈറ്റ്സ് ആൻഡ് ബാക്ടീരിയൽ ഫ്ലജെല്ല. ഫ്ലജെല്ലിനെ സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ സ്പൈറോകൈറ്റിനെ സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇംപ്രിഗ്നേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. Next one is fluorescent staining. Here, ultraviolet light is used to excite molecules so that they will release light of longer wavelength than that original striking them. Here we will use some stains which is known as fluorochromes. They have a capacity to emit visible light when bombarded with a shorter UV light. നമ്മൾ UV light വെച്ച് ഇറാഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലൂറസെന്റ് സ്റ്റെയിനിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള സ്റ്റെയിനിനെ പറയുന്ന പേരാണ് ഫ്ലൂറോക്രോം എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസുകളാണ് ഓറമിൻ ആൻഡ് അക്രിഡിൻസ് എന്ന് പറയുന്നത്. യു വി ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റെയിൻസുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഫ്ലൂറസെന്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ദാറ്റ് സ്റ്റെയിൻ ഈസ് നോൺ ആസ് ഫ്ലൂറോക്രോം ആൻഡ് examples are oramin and acridine. So they will give different kinds of
lights like brilliant shades of orange, yellow green പോലെയുള്ള ഫ്ലൂറസെന്റ് ആയിട്ടുള്ള കളറുകൾ എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്റ്റെയിനിങ്ങിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫ്ലൂറസെന്റ് സ്റ്റെയിനിങ്. These are the different observation. Crystal violet യൂസ് ചെയ്യുന്ന സമയത്ത് ഏതാണോ കളർ ആ കളർ മാത്രമേ കിട്ടുള്ളൂ. ഗ്രാം സൈഡിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവിന് ബ്ലൂ കളറും ഗ്രാം നെഗറ്റീവിന് പിങ്ക് കളറും കിട്ടും. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയത്തിന് പിങ്ക് ഓർ റെഡ് കളറും നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയത്തിന് ബ്ലൂ കളറുമാണ് കിട്ടുക. ഇന്ത്യൻ ഇങ്ക് ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ ചെയ്യും, ഓർഗാനിസം കളർലെസ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഫ്ലജെല്ലാർ സ്റ്റെയിനിങ്, അതുപോലെ സ്പോർ സ്റ്റെയിനിങ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റെയിനിങ് ടെക്നിക്സുകൾ. ദീസ് ആർ ദ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്. 5 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്റ്റെയിനിങ് ടെക്നിക്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രാം സ്റ്റെയിനിങ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ഡിഫൈൻ സ്റ്റെയിൻ ഓർ ക്ലാസിഫൈ സ്റ്റെയിൻ, ദെൻ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർ ഗ്രാം സ്റ്റെയിനിങ്. ഇങ്ങനെയാണ് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ടുള്ളത് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ് ഓഫ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോസ്കോപ്പിക് മെത്തേഡിൽ നിർബന്ധമായിട്ടും സ്റ്റെയിനിങ് ടെക്നിക്സുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഗ്രാം സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യാം. നിർബന്ധമായിട്ടും ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഗ്രാം സ്റ്റെയിനിങ്ങും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. So that's all about the staining techniques. അപ്പൊ ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് സിമ്പിൾ സ്റ്റെയിനിങ്, എങ്ങനെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ്, സ്പെഷ്യൽ സ്റ്റെയിനിങ് എന്താണ് ഫ്ലജെല്ലാർ സ്റ്റെയിനിങ്, എൻഡോസ്പോർ സ്റ്റെയിനിങ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.